ക്ഷീരകർഷകർക്കും മൃഗസ്നേഹികൾക്കും ഇനി ആശ്വസിക്കാം. അന്തിക്കാട് ബ്ലോക്കിൽ രാത്രികാലങ്ങളിൽ മൃഗചികിത്സാ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന സംവിധാനത്തിന് തുടക്കമായി. മൊബൈൽ വെറ്റിനറി യൂണിറ്റ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മാത്രമാണ് ഈ മൃഗസംരക്ഷണത്തിന്റെ വകുപ്പ് ജീവിതങ്ങൾ ഉപ്പാക്കി തീരാൻ കഴിയുള്ളൂ. അതുകൊണ്ടൊരു മാറ്റം ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന ഉദ്ദേശന്മാരും ഇതൊക്കെ സംസാരിക്കുന്ന അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഉണ്ടാകുന്ന രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അപകടസ്ഥിതി ഉണ്ടായാൽ നമ്മുടെ സൊസൈറ്റി ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ അന്ത്യക്കാട് പാർട്ടി സൊസൈറ്റി ചർച്ച ചെയ്തൊരു വിഷയമാണ്. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആവശ്യം അപകടസ്ഥിതി ഉണ്ടാകാൻ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നടപടികൾ എന്ത് സ്വീകരിക്കണം. അപ്പോഴാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പകൽ 6 മണി മുതൽ വൈകിട്ട് പുലർച്ചെ 5 മണി വരെ നമ്മുടെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകാൻ സർക്കാർ ഇതിന്റെ ഓർഡറിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ വഹിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഓർഡറായിട്ട് പറയുന്നുണ്ട്. ഒരു ഡോക്ടർ ശമ്പളത്തിലാണ്, പിന്നെ ഡോക്ടർ മാത്രമല്ല ഡയോർക്കം അറ്റൻഡറായിട്ട് വരുന്ന ഒരു എത്ര ശമ്പളമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ചെറിയ വിഷമങ്ങളുണ്ടായി. പിന്നെ ഇത്ര രൂപ ഇന്ന പരിപാടി പോയി വന്നാൽ ഇത്ര രൂപ ഫീസ് അടയ്ക്കണം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികളായ VN സുർജിത്ത്, PS സുജിത്ത്, മേനക മധു, PA ഷഫീർ, CK കൃഷ്ണകുമാർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ A രഞ്ജിനി, AV ശ്രീവത്സൻ, KB രാജീവ്, ഉസ്മാൻ എടയാടി എന്നിവർ സംസാരിച്ചു. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത്. രാത്രി 6 മുതൽ രാവിലെ 5 വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം.